കീഴ്മാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതിയുടെ വിദ്യാഭ്യാസ അവാർഡ്ദാന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എംഎൽഎയോട് പറയുകയായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും കൂടി ചേർന്ന് പൗരസമിതി, സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കും. പലതും വൈകിപ്പഴപ്പ് പ്രസ്ഥാനങ്ങളായിരിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നത് കാണാറില്ല. വർഷത്തിൽ എവിടെയെങ്കിലൊക്കെ ഒരു യോഗമൊക്കെ കൂടി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്തി മുന്നോട്ട് പോകാനാണ് പതിവ്. പക്ഷേ കീഴ്മാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതി വളരെ മാതൃകാപരമായ നിലയിൽ തന്നെ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവുമാണ്. ഞാൻ സമിതിയുടെ പ്രവർത്തനങ്ങളെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിരവധി ആളുകൾക്ക് എല്ലാ മാസവും പെൻഷൻ ഉൾപ്പെടെ ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് അതെത്തിക്കുവാനായിട്ട് ഈ സമിതിക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും സാധ്യതയുള്ള മേഖലകളിൽ മനുഷ്യവിഭവശേഷി വിനിയോഗിക്കുന്നതിന് പുതുതലമുറയെ സജ്ജമാക്കാനുതകുന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. പൗരസമിതി പ്രസിഡന്റ് അബൂബക്കർ ചന്ദാര അധ്യക്ഷത വഹിച്ചു. ഞങ്ങളെ സംബന്ധിച്ച വിദ്യാഭ്യാസ അവാർഡ് മാത്രമല്ല, ഞങ്ങൾക്ക് വനിതാ ഫോറമുണ്ട്, സീനിയർ സിറ്റിസനുണ്ട്. സീനിയർ സിറ്റിസൻ 78 ആളുകൾക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വനിതാ പ്രവർത്തനം അവരെ തൊഴിലില്ലാത്ത പാവപ്പെട്ട ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് അത് തൊഴിൽ പരിശീലനം ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർക്ക് തയ്യൽ പരിശീലനം നടത്തുന്നു. അവരതുകൊണ്ട് 10,400 കുടുംബങ്ങൾ ജീവിക്കുന്നു. അൻവർ സാദത്ത് എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ ദിവസവും ജനഹൃദയങ്ങളിലേക്കാണ് കീഴ്മാടിന്റെ ജനഹൃദയങ്ങളിലേക്കാണ് ഈ സമിതി ചെന്നെത്തുന്നത്. അത് ഇവിടെ ഈഗോ ഇല്ല, ഇവിടെ പരസ്പരമായ തർക്കമില്ല. അബൂബക്ക, അതുപോലെ ചന്ദാര, അബൂബക്ക, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന മറ്റു ഭാരവാഹികൾ ഇവരൊക്കെ വളരെ പോസിറ്റീവായി പരസ്പര സഹകരണത്തോടെയും കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ കണ്ടു, പ്രളയം വന്നപ്പോൾ കണ്ടു, ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും ഒക്കെ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കാര്യങ്ങൾക്ക് നിൽക്കും. കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സാജു മത്തായി, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, ജോണി ക്രിസ്റ്റഫർ, കെ.വി. അജിത് കുമാർ, ഡോക്ടർ ഷാജി, പൗരസമിതി രക്ഷാധികാരികളായ പി.എ. മെഹബൂബ, എം.എ. അബ്ദുള്ള മാനാടത്ത, ബ്ലൈൻഡ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിജി വർഗീസ്, സീനിയർ സിറ്റിസൺ, വനിതാ ഫോറം, പൗരസമിതി ഭാരവാഹികളായ അബ്ദുൽ കരീം കുന്നപ്പള്ളി, സി.എം. ജോസ്, ഡോക്ടർ ഷാജി, അബ്ദുൽ വഹാബ്, സാജിദ ടീച്ചർ, ജാസ്മിൻ ഗഫൂർ, ടി.എം. അബ്ദുൽ ഗഫൂർ, പി.സി. രാജൻ, ഗീതാ മോഹൻ, ടി.എച്ച്. സെയ്ദ് മുഹമ്മദ്, അബ്ദുൽ ഗഫൂർ, കെ.പി. അബ്ദുൽ ഖാദർ, ഫാത്തിമ അബ്ബാസ്, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കീഴ്മാട് പഞ്ചായത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവരെയും ഡിഗ്രി റാങ്കുകാരെയും അവാർഡ് നൽകി ആദരിച്ചു. സാമൂഹിക പ്രവർത്തകൻ എം.എ. അബ്ദുൾ മാനാടത്ത, അന്ധവിദ്യാലയത്തിലെ മികച്ച ഗായകൻ റിയാൻ കണ്ണൂർ എന്നിവരെ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു.